പ്രതിപാദ്യ വിഷയം സനാതനധർമ്മം ബ്രഹ്മസങ്കല്പത്തിൽ. ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ആധാരമായ സനാതനധർമ്മം എന്നാണ് ആരംഭിച്ചത്? എന്താണ് സനാതനധർമ്മം? എങ്ങനെയായിരുന്നു സനാതനധർമ്മം പ്രവർത്തിച്ചിരുന്നത് എന്നീ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ഈ വീഡിയോയിൽ. ഇതിനാധാരമായി സ്വീകരിച്ചിട്ടുള്ളത് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ ദർശനചരിത്രമാണ്. ദർശനചരിത്രം എന്ന സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരുവിൻ്റെ ദർശനത്തിൽ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ കാഴ്ചയിൽ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ജ്ഞാനമണ്ഡലത്തിൽ തെളിഞ്ഞു വന്നിട്ടുള്ള ചരിത്ര കാര്യങ്ങൾ എന്നാണ്. ഇന്നലകളിലെ പല സത്യങ്ങളും ഇന്നറിയുന്ന നിഗമനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാനാകും. കഥചമയ്ക്കലുകളിൽ ആണ്ടുകിടക്കുന്ന നമുക്ക് ഭൂതകാലത്തെ സത്യം കണ്ടെത്താൻ പ്രയാസമുണ്ട്. ഒരു 100 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും 100 വർഷങ്ങൾക്ക് ശേഷം പുനർനിർമ്മിക്കുമ്പോൾ അതിലെ ശരിതെറ്റുകൾ ഏതെന്ന് കണ്ടെത്താൻ പ്രയാസമാണ്. അപ്പോൾ യുഗങ്ങൾക്കും ചതുർയുഗങ്ങൾക്കും മന്വന്തരങ്ങൾക്കും കൽപ്പങ്ങൾക്കും മുമ്പ് നടന്ന വസ്തുതകൾ എങ്ങനെ പണ്ഡിത ബുദ്ധിയിൽ ശരിയാകും? ഇവിടെയാണ് ത്രികാലങ്ങളെ കണ്ടറിഞ്ഞ ദർശനത്തിലെ ശരിതെറ്റുകൾ പറഞ്ഞു തരുന്ന ഒരു പരബ്രഹ്മ ഗുരുവിൻ്റെ പ്രസക്തി നിലകൊള്ളുന്നത്. നാം ഇന്നറിയുന്ന വേദശാസ്ത്രങ്ങളിലും ഉപനിഷത്തുക്കളിലും പുരാണങ്ങളിലും വൈദിക സാഹിത്യങ്ങളിലും കാണുന്ന ധർമ്മസങ്കല്പങ്ങൾക്ക് ഉപരിയായി നിൽക്കുന്ന ഒരു ധർമ്മലോകമാണ് സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കിടയിൽ ഈ ധർമ്മലോകത്തെക്കുറിച്ച് അറിയാവുന്നവർ വളരെ വിരളമാണ്. കാലധർമ്മം അഥവാ യുഗധർമ്മം എന്താണെന്ന് വ്യക്തമായി അറിയുന്നതിലൂടെ മാത്രമേ സനാതനധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഓരോ യുഗത്തിനും ഓരോ ധർമ്മമുണ്ട്. യുഗധർമ്മം അനുസരിച്ചുള്ള സംസ്കാരമാണ് ജനങ്ങൾ പാലിക്കേണ്ടത്. യുഗധർമ്മം അനുസരിച്ചുള്ള സംസ്കാരം ജനങ്ങൾ പാലിക്കാതെ വന്നാൽ ഭൂമിയിൽ ദൈവനിശ്ചയം നടപ്പാകാതെ വരുമെന്ന് നവജ്യോതി ശ്രീ കരുണാകര ഗുരു വ്യക്തമാക്കിയിട്ടുണ്ട്. അണുമുതൽ അഖണ്ഡം വരെ വ്യാപിച്ചു നിൽക്കുന്ന ബ്രഹ്മസങ്കല്പത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിലെ ആദ്യ സങ്കല്പമായതിനാൽ അതിനെ ആദിസങ്കല്പമെന്ന് നാമകരണം ചെയ്തു. സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് ആദിസങ്കല്പം പരമപ്രകാശമായി നിലകൊണ്ടു. ആ പരമപ്രകാശത്തിൻ്റെ പ്രതിരൂപമാണ് താമരയിൽ ഓങ്കാരം. ആ പരമപ്രകാശത്തിൽ നിന്നാണ് ആദിവചനം ഉദ്ഭവിച്ചത്. ഉൽപ്പത്തി ആരംഭിക്കുന്നതിന് മുമ്പ് അനേകായിരം വർഷങ്ങൾ കടന്നുപോയി. നീണ്ടകാലം പ്രപഞ്ചം ഒന്നുമല്ലാതെ കിടന്നു. ആദിസങ്കല്പത്തിൻ്റെ ഇച്ഛയാൽ പ്രപഞ്ചം പടിപടിയായി പരിണമിച്ചു. ആദിസങ്കല്പത്തിൻ്റെ ഇച്ഛയാൽ സപ്തർഷികൾ ജനിച്ചു. സപ്തർഷികളുടെ സങ്കല്പത്താൽ സൗരയൂഥങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. കാലഗണനയും യുഗധർമ്മവും നിശ്ചയിച്ചു. ഒരു നിയോഗപുരുഷൻ അഥവാ ദീർഘദർശിയുടെ ആവശ്യകത ഉണ്ടായി. ഈ നിയോഗപുരുഷനെ മനു എന്ന് നാമകരണം ചെയ്തു. മനുവിൻ്റെ കാലം മന്വന്തരമായി അറിയപ്പെട്ടു. മനുവിൻ്റെ പ്രജകൾ മനുപരമ്പരക്കാരായാണ് അറിയപ്പെട്ടത്. യുഗങ്ങളുടെ ധർമ്മവും കർമ്മവും പരിപാലിച്ച് ജീവിച്ചവരായിരുന്നു മനുപരമ്പരക്കാർ. മനുശാസനങ്ങളായിരുന്നു അവരുടെ മാർഗരേഖ. ഇനി സനാതനധർമ്മം എന്നാണ് ആരംഭിച്ചതെന്ന് നോക്കാം. ആദിമനുവിൻ്റെ അഥവാ സ്വയംഭു മനുവിൻ്റെ കാലത്താണ് സനാതനധർമ്മം ആരംഭിച്ചത്. ഈ മനുവിൻ്റെ സംസ്കാരമാണ് സനാതന സംസ്കാരം. അതിനാലാണ് സനാതന ധർമ്മത്തെ സനാതന സംസ്കാരമെന്ന് വിളിക്കുന്നത്. അടുത്തതായി സനാതനധർമ്മം എന്താണെന്ന് പരിശോധിക്കാം. സനാതനധർമ്മം അഥവാ സനാതന സംസ്കാരം എന്നാൽ അതാത് കാലത്തെ ഗുരുക്കന്മാരുടെ ധർമ്മം അല്ലെങ്കിൽ സംസ്കാരം എന്നാണ് അർത്ഥമാക്കേണ്ടത്. സനാതന ഒരു മതമല്ല, ഒരു സംസ്കാരമാണ്. അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് മഹാന്മാർ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. സനാതനത്തിൻ്റെ സവിശേഷത കാലങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണെന്ന് നവജ്യോതി ശ്രീ കരുണാകര ഗുരു പറയുന്നു. കാലങ്ങൾ എന്നാൽ യുഗങ്ങൾ എന്നാണ് അർത്ഥമാക്കേണ്ടത്. ദീർഘദർശികളിൽ കൂടി അഥവാ ജ്ഞാനിയായ ഗുരുക്കന്മാരിലൂടെ അല്ലെങ്കിൽ ജ്ഞാനിയായ പ്രവാചകന്മാരിലൂടെ ബ്രഹ്മത്തിൻ്റെ ഇച്ഛ നടപ്പാക്കുന്ന വഴിയാണ് സനാതനധർമ്മം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ദീർഘദർശി പാരമ്പര്യമാണ് സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്നത്. ഓരോ യുഗങ്ങൾക്കും ഓരോ ധർമ്മം നിശ്ചയിച്ച്
പ്രവർത്തന സജ്ജമായത് ആദിമനുവിൻ്റെ കാലയളവിലാണ്. ആദിമനുവിൻ്റെ കാലയളവിലാണ് ഗുരുക്കന്മാർ വന്നു തുടങ്ങിയത്. ഈ ഗുരുക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഗോത്രവും കുലവും കുടുംബവും പ്രവർത്തിച്ചിരുന്നത്. ഈ ഗുരുക്കന്മാരാണ് ജനങ്ങൾക്ക് സംസ്കാരം ഉപദേശിച്ചു കൊടുത്തത്. രാജ്യം ഭരിച്ചിരുന്നതും ഈ ഗുരുക്കന്മാരുടെ ഉപദേശപ്രകാരമായിരുന്നു. കുലഗുരുവിൻ്റെയും രാജഗുരുവിൻ്റെയും വരവ് ഇത് വ്യക്തമാക്കുന്നു. നാട്ടിലും വീട്ടിലും രാജ്യത്തും ലോകത്തും സംസ്കാരം വളർന്നത് ഈ ഗുരുക്കന്മാരിലൂടെയായിരുന്നു. സനാതനധർമ്മം എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് നോക്കാം. 4 യുഗങ്ങൾ ചേർന്ന് ചതുർയുഗം. അതിൽ ഓരോ യുഗത്തിനും ഓരോ ധർമ്മമുണ്ട്. ചതുർയുഗത്തിൽ ആദ്യത്തേത് സത്യയുഗം. സത്യയുഗത്തെ കൃതയുഗമെന്നും വിളിക്കുന്നു. സത്യയുഗത്തിലെ ധർമ്മം എന്താണെന്ന് നോക്കാം. ധ്യാനമാണ് സത്യയുഗത്തിൽ പ്രാധാന്യം. ജനങ്ങളെല്ലാം സത്യസന്ധന്മാരായി ജീവിക്കുന്ന കാലം, ദൈവവുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലമാണ് സത്യയുഗം. എല്ലാവരും സമന്മാരാണെന്ന് തീർച്ച. ദൈവത്തിൽ നിന്ന് വാക്കുകളും പ്രകാശവും കിട്ടും. കൃതയുഗത്തെ തുടർന്ന് അഥവാ സത്യയുഗത്തെ തുടർന്ന് വരുന്ന കാലമാണ് ത്രേതായുഗം. ഈ യുഗത്തിൽ സത്യത്തിന് മറവ് വരുന്നു. ഈ മറവ് മാറ്റുന്നതിന് ദേവന്മാരിലൂടെ കർമ്മം നടത്തിക്കുന്നു. ദേവന്മാരെ അധികാരികളാക്കി ധർമ്മം പ്രവർത്തിപ്പിക്കുകയാണ്. ഈ കാലത്ത് ജനിക്കുന്ന ഋഷിമാർ കാലത്തിൻ്റെ നീതിക്കൊത്ത് പ്രവർത്തിക്കാൻ രാജാക്കന്മാരെ ഉപദേശിക്കുന്നു. യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും പ്രസക്തിയുള്ള കാലമാണ് ത്രേതായുഗം. ത്രേതായുഗത്തിന് പിറകെ വരുന്ന കാലമാണ് ദ്വാപരം. ദേവന്മാർക്ക് പ്രാധാന്യമുള്ള കാലമാണ് ദ്വാപരയുഗം. അർച്ചനയ്ക്ക് പ്രാമുഖ്യം നൽകിയിരിക്കുന്നു. മനുഷ്യൻ പൈശാചിക സ്വഭാവം വിട്ട് സംസ്കാരം പഠിക്കാൻ ശ്രമിക്കുന്ന കാലമാണ് ദ്വാപരത്തിൻ്റേത്. ദ്വാപരയുഗത്തിന് സമാപ്തി വരുന്നതോടെയാണ് കലിയുഗം ആരംഭിക്കുന്നത്. ബ്രഹ്മത്തിൻ്റെ ഇച്ഛ പ്രവർത്തിപ്പിച്ചൊതുക്കുന്ന കാലമാണ് കലിയുഗം. അതിനായി ഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയും ദൈവം അയക്കുന്നു. ഏകദൈവ വിശ്വാസമാണ് കലിയുടെ ധർമ്മം. ബഹുദൈവ വിശ്വാസം കലിയുഗത്തിൻ്റെ ധർമ്മമല്ല. ദേവധർമ്മത്തിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത കാലമാണ് കലിയുഗത്തിൻ്റേത്. യജ്ഞങ്ങൾക്കും യാതൊരു പ്രാധാന്യവുമില്ല. കർമ്മസിദ്ധാന്തത്തിനാണ് പ്രാധാന്യം. ദേവന്മാരിലൂടെ അല്ല, മറിച്ച് ഗുരുക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയുമാണ് ദൈവനിശ്ചയം നടപ്പാക്കുന്നത്. കലിയുഗത്ത് ഋഷിക്കും സന്യാസിക്കും ഗൃഹസ്ഥാശ്രമിക്കും ധർമ്മം ഒരുപോലെയാണ്. ചതുർയുഗങ്ങളും മന്വന്തരങ്ങളും കൽപ്പങ്ങളും പൂർത്തീകരിക്കുന്നതിന് ബ്രഹ്മസങ്കല്പം അനുസരിച്ചുള്ള ധർമ്മം മനുഷ്യൻ പാലിക്കണമെന്ന് ദൈവം അരുൾ ചെയ്യുന്നു. മനുപരമ്പരയുടെ കാലത്ത് സനാതന ധർമ്മം പ്രവർത്തിച്ചിരുന്നത് ഇപ്രകാരമായിരുന്നുവെന്നാണ് ഗുരു പ്രസ്താവിച്ചിട്ടുള്ളത്. നവജ്യോതിശ്രീ കരുണാകര ഗുരുവിൻ്റെ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ദർശന ചരിത്ര വിവരണത്തിൻ്റെ രത്നച്ചുരുക്കമാണ് ഇവിടെ നൽകിയത്.